ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും ഗ്യാബിസോയിലേക്ക് സ്വാഗതം. ഞാൻ ബെക്സി തോമസ്. ഇന്നത്തെ വീഡിയോ മൾട്ടിപെറ്റൽ രംഗൂൺ ക്രീപ്പറിനെ കുറിച്ചാണ്. ഗ്യാബിസ് വേൾഡിൻ്റെ കോമ്പൗണ്ടിലെ ഒരു മൂലക്ക് ഒരു സൈഡിൽ ആണ് ഇത് നട്ടേക്കുന്നത് കേട്ടോ. ഇതിൽ പൂത്ത് നിൽക്കുന്ന രംഗൂൺ ക്രീപ്പർ പ്ലാന്റാണ്. നിറച്ച് മൊട്ടുകളാണ്, വിരിഞ്ഞിട്ടില്ല. വളരെ കുറവേ വിരിഞ്ഞിട്ടുള്ളൂ. നിറയെ മൊട്ടുകളാണ് കേട്ടോ. ഇത് മൾട്ടിപെറ്റൽ രംഗൂൺ ക്രീപ്പറാണ്. ഇത് ആദ്യം വിരിയുമ്പോൾ ഒരു വൈറ്റ് കളറിലെ വിരിയണം. അത് കഴിഞ്ഞിട്ട് പിങ്ക് ആവും. പിങ്ക് ആയി കഴിഞ്ഞിട്ടാണ് അത് റെഡിലേക്ക് വരും. ഇതിപ്പോൾ കുറച്ച് ഇതിനും ഡാർക്ക് റെഡിലേക്ക് വരും കേട്ടോ. റെഡിലേക്ക് വന്നിട്ടില്ല. നിറയെ മുട്ടുകളാണ്. നിറയെ മുട്ടുകളും നിറയെ പൂക്കളാണ്. ഈ പൂക്കൾ എനിക്കൊന്നൊരു 10-20 ദിവസത്തോളം പൊഴിയാതെ നിൽക്കും. നല്ല സന്ധ്യ സമയത്താണ് വിരിയുന്നത്. വിരിഞ്ഞ സമയത്തൊക്കെ നല്ല സ്മെല്ലാണ്. ഇവിടെ ഇപ്പം നല്ല സ്മെല്ലാണ്. വിരിയുമ്പോൾ കൂടുതൽ സ്മെല്ലായിരിക്കും. ഇത് നല്ല മഴ പെയ്യാൻ കാറ്റുണ്ട് എന്ന് വെച്ച് തന്നെ പൊഴിഞ്ഞൊന്നും വീഴുന്നില്ല കേട്ടോ. പൂവ് കുറച്ചൊരു 10-20 ദിവസത്തോളം ഇങ്ങനെ അതങ്ങനെ നിന്നോളൂ. ഇനി കുറച്ചും കൂടി ഡാർക്കിലോട്ട് പോകും. ഡാർക്കിലോട്ട് പോകുമ്പോൾ ഇതൊക്കെ വിരിയുമ്പോൾ വൈറ്റ്, പിങ്ക്, ഡാർക്ക് ഒക്കെ ആ 3 കളറും കൂടി ഒരു കൊലയിൽ തന്നെ വിരിഞ്ഞ് അത് പൂത്ത് നിൽക്കും. ഇതിന് അധികം കെയറിങ്ങിൻ്റെ ഒന്നും ആവശ്യമില്ല. ഒരു ചെറിയൊരു ക്രീപ്പർ പ്ലാന്റ് ആണ്. ഒരു സപ്പോർട്ട് വേണം. പിന്നെ കടുത്ത നല്ല വെയിൽ തന്നെ വേണം. എന്നാലേ ഇതിൽ പൂവിടുള്ളൂ. പിന്നെ ഞങ്ങൾ നിലത്താണ് നട്ടേക്കുന്നത്. ചട്ടിയിലും ഒക്കെ നടാമെങ്കിൽ ഞങ്ങൾ നിലത്താണ് നട്ടേക്കുന്നത്. എന്നിട്ടൊരു സ്റ്റാൻഡ് എടുത്ത് സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിന് ഇടയ്ക്ക് ഞങ്ങൾ ചാണകപ്പൊടിയൊക്കെയാണ് വളം വല്ലപ്പോഴൊക്കെ ഇട്ട് കൊടുക്കും. അത്രേ ഉള്ളൂ. അധികം വളമൊന്നും ഇടേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷെ നല്ല വെയിൽ വേണം എന്നുള്ളത് വേണ്ടത് തന്നെ. എന്നാലേ ഇത് പൂവിടുള്ളൂ. ഗ്യാബിസോളിൻ്റെ ഒരു മതിലിൻ്റെ ഏറ്റവും മൂലക്കാണ് ഇത് നട്ടേക്കുന്നത്. കണ്ടതേ, നമ്മൾ കഴിഞ്ഞ ദിവസം കാറ്റ്സ് ക്ലോ, ഇതിനു മുമ്പൊക്കെ നമ്മൾ കാറ്റ്സ് ക്ലോൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. കാറ്റ്സ് ക്ലോ പൂവിട്ടത് അതേ കണ്ട. കോമ്പൗണ്ട് വാളിൻ്റെ ഈ ഒരു സൈഡ് ആണ് കാറ്റ്സ് ക്ലോ നട്ട് നിറയെ പൂത്തത്. കോമ്പൗണ്ട് വാളിൻ്റെ ഈ ഒരു കോർണറിലായിട്ടാണ് മൾട്ടിപെറ്റൽ രംഗൂൺ ക്രീപ്പർ നമ്മൾ നട്ടേക്കുന്നത്. ഇതിൻ്റെ തൈകൾ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒരു 2 ആഴ്ചക്കുള്ളിൽ നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റും. ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. നല്ല മനോഹരമായ ഒരു ഇതാണ്. ഇതൊരു നല്ല രസമുണ്ട്. രാത്രിയിലും ഇത് ഈ പൂ കാണാൻ നല്ലൊരു പ്രത്യേകത ഭംഗിയാണ്. ഇരുട്ടത്തും ഇതിൻ്റെ ഒരു നൈറ്റ് വിഷനും നല്ല ഭംഗിയാണ് ഈ പൂവ്. അത് ഈ വെള്ളയും പിങ്കും റെഡും എല്ലാം കൂടി മിക്സ് ആയിട്ട് ഇങ്ങനെ വിരിഞ്ഞിരിക്കുന്ന സമയത്ത് ഇതിൻ്റെ തൈകൾ നമുക്ക് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ 2 ആഴ്ചക്കുള്ളിൽ നമുക്ക് വിൽക്കാൻ പാകത്തിന് എല്ലാം റെഡിയാകും കേട്ടോ. ഇതിന്റെ തൈകൾ നമ്മൾ ഇവിടെ സെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ചെറിയ തൈ 100 രൂപയ്ക്കും, വലിയ തൈ അതായത് 8 ഇഞ്ച് ബോട്ടിൽ പിടിപ്പിച്ച വലിയ തൈ 300 രൂപയ്ക്കും, ചെറിയ തൈ 100 രൂപയ്ക്കുമാണ് നമ്മൾ സെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ പ്രാവശ്യത്ത് നമ്മൾ ഒന്നും കൂടി റൂട്ടഡ് ആവാനുണ്ട്. 2 ആഴ്ചക്കുള്ളിൽ ഇതിന്റെ റെഡിയാവും. പ്ലാന്റ് ആവശ്യമുള്ള നമ്മുടെ ഞങ്ങളുടെ നേഴ്സറി എറണാകുളം ജില്ലയിലെ കളമശ്ശേരി പുതിയറോഡാണ് നമ്മുടെ നേഴ്സറി. നേരിട്ടൊന്ന് പ്ലാന്റ് മറ്റു പ്ലാന്റ്സ് ഒക്കെ നമുക്ക് നേരിട്ടൊന്ന് എടുക്കാവുന്നതാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.